ഫറോസ് മിനിസ്ട്രീസിന്റെ ഈ യൂട്യൂബ് ചാനൽ കൂടി ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒറീസയിൽ നിന്ന് അറിയിക്കുന്നു. എല്ലാവരും ക്ഷേമത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ അപ്പോളജറ്റിക്സ് അല്ലെങ്കിൽ ന്യായവാദ ശാസ്ത്രത്തിന്റെ പഠനത്തിൽ നമ്മൾ പഠിച്ചത് മുസ്ലിം സഹോദരന്മാരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് എങ്ങനെ പറയാൻ കഴിയും, അവരുടെ ചില വാദങ്ങൾക്ക് മറുപടി നൽകുന്നത് എങ്ങനെ എന്നീ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഈ ഷോർട്ട് കോഴ്സിൽ നമുക്ക് മുസ്ലിങ്ങളോട് പറയേണ്ടതായ എല്ലാ കാര്യങ്ങൾ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ബേസിക് ആയിട്ട് അവരുടെ ആർഗ്യുമെന്റിന് മറുപടി നൽകുന്നത് എങ്ങനെയെന്ന് നമുക്ക് പഠിക്കുവാനായി ദൈവം നമുക്ക് ഇടയാക്കി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യഹോവ വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും അതുപോലെ തന്നെ പെന്തിക്കോസ്തിൽ തന്നെ ഉള്ളതായ യഹോവ വിറ്റ്നസിനെ പോലെ വിശ്വാസമുള്ളതും എന്നാൽ യഹോവ വിറ്റ്നസ് അല്ല എന്ന് ക്ലെയിം ചെയ്യുന്നതുമായ ഒരു ഗ്രൂപ്പുണ്ട്. അവരെ യഹോവവാദികൾ എന്ന് നമുക്ക് വിളിക്കാം. അവരുടെ ഒരു കാര്യത്തിലുള്ള വിശ്വാസം മാത്രമാണ് അവർക്ക് ഈ യഹോവ വിറ്റ്നസുമായിട്ടുള്ളത്. അത് ഈ യഹോവവാദികൾക്കുള്ള വിശ്വാസം എന്ന് പറയുന്നത് യേശുക്രിസ്തു ദൈവമല്ല, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു ദൈവമല്ല എന്ന് അവർ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു എന്ന് പറയുന്നത് സൺ ഓഫ് ഗോഡ് ആണ്, സുപ്രീം ബീയിങ് ആയ ഒരു ദൈവത്തിന്റെ മകനാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഈ യഹോവവാദികളുടെ വിശ്വാസം. എന്നാൽ യഹോവ വിറ്റ്നസിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് ആൾമോസ്റ്റ് സെയിം ആണ്. എങ്കിലും യഹോവ വിറ്റ്നസ്സുകാർ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു ഒരു ക്രിയേറ്റഡ് ബീയിങ് ആണ്. അവൻ മാനുഷികമായി ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നമേ ആർക്കേഞ്ചലായ മിഖായേൽ ആണ് എന്നാണ് അവർ വിശ്വാസം. ഈ മിഖായേൽ മനുഷ്യന്റെ ഫോം സ്വീകരിച്ച് മനുഷ്യനായി, നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ സിൻലെസ് ആയിരുന്നു, പാപം ചെയ്യാത്തവനായിരുന്നു, മേരിയിൽ ജനിച്ചു. ഇങ്ങനെയുള്ള മറ്റു വിശ്വാസങ്ങളെല്ലാം നമ്മുടെ സാധാരണ ക്രിസ്ത്യൻസ് വിശ്വസിക്കുന്നത് പോലുള്ള വിശ്വാസങ്ങളാണ് യഹോവ വിറ്റ്നസിനുണ്ട് ഉള്ളത്. എന്നാൽ അവർക്ക് പല വിശ്വാസങ്ങളുണ്ട്. നാഷണലിസം അവർ ഇഷ്ടപ്പെടുന്നില്ല. പ്ലഡ്ജ് പറയാനോ, പ്ലഡ്ജ് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാനോ, ആർമിയിൽ ജോയിൻ ചെയ്യാനോ അവർക്ക് അനുവാദമില്ല. അതുപോലെ തന്നെ ബ്ലഡ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ അവർ അംഗീകരിക്കുന്നില്ല. അത് സ്വീകരിക്കുകയോ അത് കുടിക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് അവർ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഹോളിഡേയ്സ്, ക്രിസ്മസ്, ബർത്ത്ഡേയ്സ്, ഈസ്റ്റർ, താങ്ക്സ് ഗിവിങ് ഇവയൊന്നും അവർ അംഗീകരിക്കുന്നില്ല. ക്രോസ് അവർ അംഗീകരിക്കുന്നില്ല. ക്രോസ് എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ചത് ക്രോസിലല്ല, ഒരു മരത്തിലാണ് യേശുക്രിസ്തു തൂങ്ങിയത് എന്ന് പറയുന്നുണ്ട്. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങൾ അവർ ഉപയോഗിക്കുന്നത് സ്റ്റാരോസ് എന്ന് പറയുന്ന ആ വേർഡിൽ നിന്നാണ് ഉള്ളത്. അതൊരു ടോർച്ചർ സ്റ്റേക്ക് ആണ്, ഒരു നീളമുള്ള തടി, അല്ലെ? അതാണ് എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ബേസിക് ആയിട്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ല. അവർ 144,000 പേര് ഒക്കെ അവരാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങൾ അവർക്കുണ്ട്. ഓക്കെ, നമ്മളെല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നില്ല. എങ്ങനെയാണ് നമുക്ക് ഈ രണ്ട് ഗ്രൂപ്പിനോടും, ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സഭയിൽ തന്നെ ഉള്ളവരായിരിക്കാം, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരായിരിക്കാം. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഇപ്പോൾ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും വളരെ അധികമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ആൾക്കാർ എഴുന്നേൽക്കുന്നത്.
യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്. അവർ ഈ ഗ്രൂപ്പുകൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. യേശുക്രിസ്തു, നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ കഴിയുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ്. ബേസിക്കലി മെയിനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിനേക്കാൾ മുന്നമേ യേശുക്രിസ്തു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയണം. എന്നാൽ ഈ യഹോവയും ഈ യഹോവാദികളും യേശുക്രിസ്തുവിന്റെ പ്രീ എക്സിസ്റ്റൻസ്, മുൻകാലത്തിൽ യേശു ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിശ്വാസം അവർക്കുമുണ്ടായി. യഹോവ വിറ്റ്നസിനുള്ളത് അത് മിഖായേൽ എന്ന് പറയുന്ന ആർക്കേഞ്ചലായിട്ടാണ്. എന്നാൽ യഹോവവാദികൾ അതിനെ കാണുന്നത് യേശുക്രിസ്തു മുന്നമേ ദൈവത്തിന്റെ പുത്രനായി, സ്വർഗീയ ബീയിങ് ആയി, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ഒരു ബീയിങ് ആയിട്ടാണ് യേശുക്രിസ്തുവിനെ അവർ കാണുന്നത്, സൺ ഓഫ് ഗോഡ് ആയിട്ട്. ഇനി യേശുക്രിസ്തു എന്തുകൊണ്ട് ദൈവമാകണം? ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ബാംഗ്ലൂരിലായിരുന്നപ്പോൾ യഹോവ വിറ്റ്നസ് എല്ലാവരും വിസിറ്റ് ചെയ്യുന്നത് പോലെ എന്നെയും വിസിറ്റ് ചെയ്തു. അവർ വന്ന് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ട് ശക്തമായി എന്നോട് സംസാരിക്കുകയും അവരെന്നെ പഠിപ്പിക്കുവാനായി ശ്രമിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യം, പിതാവിനെ തന്നെ അവർ നളിഫൈ ചെയ്യുകയാണ്. അവർ പിതാവിനെ ഇടിച്ചു താഴ്ത്തി കാണിക്കുന്നതായി അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതായി നമ്മൾ കാണാൻ കഴിയും. അത് വളരെ മോശകരമായ ഒരു കാര്യമാണ്. എന്താണ് അവർ പറയുന്നത്? യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവമല്ല. എന്നാൽ ദൈവം ഈ ഭൂമിയെ അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിച്ചു എന്ന വാക്യം ഞാൻ അവരുടെ മുമ്പിലേക്ക് വെച്ചു. എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതുണ്ട്. For God so loved the world. ആ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ്? യേശുക്രിസ്തു സ്നേഹത്തിന്റെ പ്രകടനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ജീവനെ കൊടുത്ത് സ്നേഹിക്കുക, ജീവനെ കൊടുത്ത് സ്നേഹിക്കുക. ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? ജീവനെ കൊടുത്തിട്ടുള്ള സ്നേഹമാണ്. യേശുക്രിസ്തു ദൈവമല്ല എങ്കിൽ ദൈവത്തിന്റെ സ്നേഹം ജീവൻ കൊടുത്ത് ഉള്ള സ്നേഹമല്ല. കാരണം യേശു എന്ന് പറയുന്നത് വേറൊരു ബീയിങ് ആണ്. ദൈവം ഗോഡ് ബീയിങ് അല്ല, ഇറ്റ്സ് ഹെവൻലി ബീയിങ്. ഈ ഹെവൻലി ബീയിങ്ങിനെ കൊടുത്തിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ദൈവത്തിന് ഒരു മനുഷ്യനോട് എങ്ങനെ പറയാൻ കഴിയും? അതാണ് ഏറ്റവും വലിയ ആർഗ്യുമെന്റ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഏത് ദൈവം? ഇവര് പറയുന്ന ഈ ജഹോവ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ only true God എന്ന് ബൈബിൾ വീക്ഷിക്കുന്നതായ ആ പർട്ടിക്കുലർ വ്യക്തി അല്ല യേശുക്രിസ്തു എങ്കിൽ, സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ തന്നെ നൽകി നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവം, ഈ ദൈവം ഒരിക്കലും യഥാർത്ഥ സ്നേഹം നമ്മളോട് കാണിച്ചിട്ടില്ല, മനുഷ്യരോട് കാണിച്ചിട്ടില്ല. ഞാൻ അവരോട് പറയാൻ ഇടയായി തീർന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് കൊല്ലുകയും ചെയ്തു, എന്നിട്ട് താനാണ് സ്നേഹിക്കുന്നു എന്നുള്ള ക്ലെയിം എടുക്കുകയും ചെയ്യുന്നത് ഒരു വികലമായ ദൈവത്തെയാണ് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. അത് അവനോടുള്ള എൻ്റെ സ്നേഹം പ്രകടമാക്കുവാൻ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിലൊരു കാര്യമായ അവനൊരു ഉമ്മ കൊടുക്കുന്ന കാര്യം. ഞാൻ എൻ്റെ മകനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ ഇളയം അവനോട് പറയുകയാണ്, നീ അവനൊരു ഉമ്മ കൊടുക്കും. ഞാൻ എൻ്റെ സ്നേഹത്തെ പ്രകടമാക്കുന്നില്ല. എന്റെ സ്നേഹത്തെ പ്രകടമാക്കുവാൻ, എന്റെ മൂത്ത മകനോട് എന്റെ സ്നേഹത്തെ പ്രകടമാക്കുവാൻ തീർച്ചയായിട്ടും ഞാനാണ് ആ ഉമ്മ കൊടുക്കേണ്ടത്. ഉമ്മ ഒരു സ്നേഹത്തിന്റെ പ്രകടനമാണ് എങ്കിൽ
അതിനകത്തൊരു ആർഗ്യുമെന്റ് ഉണ്ട്. ഞാൻ അതിനെ മാത്രം ഒരു സ്നേഹത്തിന്റെ പ്രകടനമായി എടുക്കുന്നു. ഞാൻ വേറൊരു വ്യക്തിയെ കൊണ്ട് അവനെ ഉമ്മ ഒടിപ്പിച്ചിട്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അത് ഒരിക്കലും സ്നേഹത്തിന്റെ പ്രകടനമാകുന്നില്ല. ഇവിടെ എങ്ങനെയാണ് ദൈവം നമ്മളെ സ്നേഹിച്ചത്? ദൈവം നമ്മളെ സ്നേഹിച്ചത് തന്റെ പുത്രനെ നൽകി എന്ന് ബൈബിൾ വാക്യം പറയുന്നു. തീർച്ചയാണ്, തന്റെ പുത്രനെ നൽകി, തന്റെ ജീവനെ നൽകി എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പഠിക്കേണ്ടതായ ഒരു കാര്യം, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് ദൈവം നമ്മളോട് പ്രകടമാക്കിയത് എന്ന് നമുക്കവിടെ വ്യക്തമായി കാണാൻ കഴിയുന്നു. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കാണി, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. നാം എന്താണ് ഇവിടെ കേട്ടത്? പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു, അല്ലെ? ലോകം അവനെ അറിയായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. അപ്പോൾ അവിടെ വ്യക്തമാക്കി പറയുന്നത് പിതാവിന്റെ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. പിതാവിന്റെ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. ഇനി താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മൾ കേട്ടു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാണ്. അതിന്റെ ഇടയ്ക്ക് യോഹന്നാൻ ചില മറ്റു കാര്യങ്ങളിലൂടെ പറയുന്നു. നാം ഇന്നതാകും, നമുക്കത് കേൾക്കാം. ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമ്മളിപ്പോ 3-ാമത്തെ വാക്യമാണ് കേട്ടത്. അവനിൽ, ആരിലാണ്? പിതാവിൽ. ഇവിടെ മുതൽ താഴോട്ടുള്ള പ്രോണൗണുകളെല്ലാം ഉപയോഗിക്കുന്ന ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു പഠനം നിങ്ങൾക്ക് യഥാർത്ഥമായ സ്നേഹ പ്രകടനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ വാക്യം നമ്മളിപ്പോൾ മേളത്തുള്ള നൗൺ പിതാവാണ് എന്നുള്ള ഒരു പ്രോപ്പർ നൗൺ തന്നെ കൊടുത്തിട്ട് അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് 3-ാമത്തെ വാക്യല്ലേ, 2-ാമത്തെ വാക്യത്തിലും ഉണ്ട്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആരാണ് ഈ അവനെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്? മേളിൽ പറഞ്ഞിരിക്കുന്ന പിതാവ്. ആ പിതാവ് പ്രത്യക്ഷനാകുമ്പോൾ എന്നാണ് പറയുന്നത്. അവിടെ ആ പ്രോണൗൺ ഉപയോഗിച്ചിരിക്കുന്ന പിതാവിന് വേണ്ടിയാണ്. ഇനി 3-ാമത്തെ വാക്യത്തിലുള്ള പ്രോണൗൺ അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ, ആര്? പിതാവ് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അടുത്ത താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ, ഞാൻ ആ പ്രോണവൻ മാറ്റിയിട്ട് മേളിലുള്ള നൗൺ ഇടാനായി ആഗ്രഹിക്കുന്നു. പിതാവ് പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. വ്യക്തമാക്കി യോഹന്നാൻ പറയുന്ന ഒരു കാര്യം, അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ഈ അവനിൽ, പിതാവിൽ വസിക്കുന്നവൻ, പിതാവിൽ വസിക്കുന്നവൻ. നമുക്ക് ഈ പഠനം നമ്മൾ കുറച്ച് വാസ്റ്റായിട്ട് പഠിക്കുവാണെങ്കിൽ ഈ പിതാവിൽ നമ്മൾ വസിക്കുന്നത് എങ്ങനെ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന പഠനമുണ്ട്. അവർ നമ്മിലായിരിക്കുന്നത് പോലെ, അല്ലെ? അവർ നമ്മിലായിരിക്കുന്നു. നമ്മൾ വസിക്കുന്നത് ദൈവത്തിലാണ്, പിതാവിലാണ് നമ്മളായിരിക്കുന്നത് എന്ന് നമുക്ക് വേറെ ബൈബിൾ വാക്യങ്ങൾ എടുത്ത് പഠിക്കുവാൻ കഴിയുന്നതാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വാക്യത്തിൽ വളരെ ശക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു ആർഗ്യുമെന്റ്,
അവനിൽ. ഈ പ്രോണൗൺ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് മുകളിൽ പറയുന്ന പിതാവ് എന്ന് പറയുന്ന നൗണിന് പകരമായിട്ടാണ്. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, പിതാവിനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടുമില്ല. ഓക്കെ, കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ. ഓക്കെ, ഈ വാക്യം വരെയും ഇവിടെയുള്ള വാക്യം വരെയും ഈ പ്രൊനൗൺ ഉപയോഗിച്ചിരിക്കുന്നത് മേളിൽ പറയുന്ന പിതാവ് എന്ന് പറയുന്നത് നൗണിന് വേണ്ടിയാണ് എന്ന് വളരെ വ്യക്തമാക്കി. ഏകദേശം 11 പ്രൊനൗൺ ആണ് ഒരു നൗണിന് വേണ്ടി ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? യേശു ക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിക്കുവാനുള്ള വളരെ ശക്തമായ ഒരു ആർഗ്യുമെന്റ്. ഇനി അവർ പറയുന്ന ചില വാക്യങ്ങളുമുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാൻ ദൈവമാണ് എന്ന് ക്ലെയിം ചെയ്തില്ല, ഒന്നാമത്തെ ആർഗ്യുമെന്റ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആർഗ്യുമെന്റ്, തന്നെ ആരാധിക്കുവാനായി യേശു ക്രിസ്തു പറഞ്ഞില്ല. ഈ കാര്യങ്ങൾ ആണ് അവർ ആർഗ്യുമെന്റ് ആയിട്ട് മുന്നോട്ട് വെക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അതിനെ ഒരു ആർഗ്യുമെന്റ് ആയിട്ട് കാണാം, എന്നാൽ അത് നമുക്കൊന്ന് എടുത്ത് വീക്ഷിക്കാം. ഞാൻ ദൈവമാണ് എന്ന് യേശു പറഞ്ഞില്ല. നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകാം. പഴയ നിയമത്തിൽ പോയി ആരെങ്കിലും ദൈവമാണ് എന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് പറഞ്ഞത്? ആരാണ് പറഞ്ഞത്? എങ്ങനെയാണ് പറഞ്ഞത്? ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ എബ്രായ ലേഖനം 1-ാം അധ്യായം എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവം പണ്ട് ഭാഗമായും വിവിധമായും തന്റെ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് പുത്രൻ മുഖാന്തരം നമ്മളോട്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് ഈ കാര്യം മനസ്സിലാകും. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ പറയുന്നു. പഴയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവം പ്രത്യക്ഷമായത് എന്ന് നമുക്കതൊന്ന് കേൾക്കാം. എബ്രായർ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. ഓക്കെ, എങ്ങനെയാണ് ദൈവം പണ്ട് പഴയ നിയമത്തിൽ ഭാഗമായി വിവിധമായി? ഓക്കെ, ദൈവത്തിന്റെ ഭാഗമാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ടത്, അല്ലെങ്കിൽ പിതാക്കന്മാരോട് ദൈവത്തെ കുറിച്ച് അരുളി ചെയ്തത്. അത് നമുക്ക് വ്യക്തമായി കാണാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം എടുക്കുന്നു. എന്താ നമ്മളോട് കാണുന്നത്? ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, അല്ലെ? അവിടെ ഈ ദൈവത്തെ എന്തായി കാണുന്നത്? അവിടെ ആ ദൈവത്തെ നമുക്ക് ഒരിക്കലും ഒരു റിഡീമറായി കാണാൻ കഴിയയില്ല. ഒരു രക്ഷകനായി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ അല്ലെങ്കിൽ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയയില്ല, അല്ലെ? ഒരു പ്രൊവൈഡറായിട്ട്, യഹോവ ജായിറയായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. ഇങ്ങനെ ദൈവം അവിടെ പ്രത്യക്ഷനാകുന്നത് അല്ലെങ്കിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് എന്തായിട്ടാണ്? ഭാഗമായിട്ടാണ്. പഴയ നിയമത്തിൽ നമുക്ക് ദൈവത്തെ കാണുന്നത് അതാണ് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് ദൈവം ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട്. അപ്പോൾ പഴയ നിയമത്തിലെ ദൈവീയ വെളിപ്പാടുകൾ, ദൈവീയ അരുളപ്പാടുകൾ ഭാഗമാണ്, അത് വിവിധമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ ചില വേർഷൻസ് ഒക്കെ എടുത്ത് പഠിച്ചാൽ കഴിയും. ഇൻ ഡിഫറെന്റ് ടൈംസ്, ഇൻ ഡിഫറെന്റ് വേയ്സ്, ഇൻ ഡിഫറെന്റ് ഫോംസ്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് നമുക്ക് ഈ ദൈവത്തെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നത്. നമുക്ക് വ്യക്തമായി കാണാം. ഇനി മോശയുടെ മുമ്പിൽ പ്രത്യക്ഷനായ ദൈവം, ഞാൻ യഹോവയാണ്, ഞാൻ യഹോവയായ ദൈവമാണ് എന്ന് അവിടെ ഒരിക്കലും ഈ നെവർ ക്ലെയിം ടു ബി എ ക്രിയേറ്റർ പറയുന്നില്ല. ഞാൻ സൃഷ്ടിതാവായ ദൈവമാണ് എന്ന് അല്ല അവിടെ പറയുന്നത്. ഞാൻ നിങ്ങളെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കുന്ന രക്ഷകനായ ദൈവം, റിഡീമറായ ദൈവമായിട്ടാണ് പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം
പ്രത്യക്ഷനാകുന്നത്. ഇങ്ങനെ ഓരോരുത്തരെ എടുക്കുക, ഇവരുടെ എല്ലാ ഭാഗം, ദൈവത്തിന്റെ ചില ഭാഗങ്ങൾ, ചില ആ റെവലേഷൻസിന്റെ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ദൈവത്തെ കാണാൻ കഴിയും. മോശയുടെ മുമ്പിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെ അല്ല മോശ അവിടെ കാണുന്നത്. അവിടെ കാണുന്നത് ഒരു ലോ ഗീവിംഗ് ഗോഡിന്റെ ദൈവത്തെയാണ് കാണുന്നത്, അല്ലെ? സിനായ് മലയുടെ മുമ്പിൽ ദൈവം വന്ന് വേറൊരു ഭൂമി സൃഷ്ടിച്ച് ഞാൻ സൃഷ്ടിതാവായ ദൈവമാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവത്തെ അല്ല അവിടെ കാണുന്നത്. അവിടെ സൃഷ്ടിതാവിനെ അല്ല കാണുന്നത്. എന്താണ്? എ ലോ ഗിവിംഗ് ഗോഡ്. ഇത് ഈ ദൈവത്തിന് തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം. അവിടെ എന്താണ് കാണുന്നത്? ചിലയിടത്ത് തീയായി കാണുന്നു, ചിലടത്ത് ശബ്ദമായി കാണുന്നു, ചിലയിടത്ത് മേഘമായി കാണുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അശരീരിയായി, അല്ലെ, ഒരു അശരീരിയായി ദൈവം സംസാരിക്കുന്നു. അത് അവരെ കൺഫേം ചെയ്യാനായി, അവരോട് പറയാനായി, ഞാനാണ് സത്യദൈവം എന്ന് പറയുവാനായി അവൻ ഉപയോഗിച്ച ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ ദൈവം, ഞാൻ പിതാക്കന്മാരുടെ ദൈവം എന്ന് പഴയ നിയമത്തിൽ ആർഗ്യുമെന്റ് കാണാൻ കഴിയും. ഓക്കെ, ഇനി എന്താണ് അടുത്തതായി പറയുന്നത്? പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത്? പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നത് വ്യക്തമാണ്. ഒരു പച്ച മനുഷ്യനായി, നമ്മളെ പോലെ ഒരു പച്ച മനുഷ്യനാണ് ഈ പുത്രൻ. ഈ പുത്രൻ ഒരു മനുഷ്യനായി നമ്മുടെ ശിഷ്യന്മാരുടെയും പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും അല്ലെങ്കിൽ 12 ശിഷ്യന്മാര് അന്ന് കടന്നു വന്ന ജനത്തിന്റെ മുമ്പാകെ പോയി ഒരു മനുഷ്യനായി പോയിട്ട് ഞാനാണ് സർവശക്തനായ ദൈവമെന്നോ ഞാനാണ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെന്നോ പറയുന്ന സാഹചര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുമോ? ഇന്ന് ഒരാള് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് ഞാനാണ് സർവശക്തനായ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹത്തെ നോക്കി ചിരിക്കില്ലേ? ഈ ഒരു കോമൺ സെൻസ് ഈ ടീമുകൾക്കില്ല. ഇവര് അത് സ്വായത്തമാക്കിയിട്ടില്ല. ഈ ഒരു കോമൺ സെൻസ് ഒരു പച്ച മനുഷ്യൻ വന്നിട്ട് ഇപ്പൊ ഇനി ഈ വരുന്ന വ്യക്തികൾ കുറെ അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒക്കെ കാണിച്ചിട്ട് പറയുകയാണ് ഞാനാണ് ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് കാണും, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ പഴയ നിയമത്തിലേക്ക് പോവാൻ അവരുടെ വിശ്വാസം എന്താ? ദൈവത്തെ കുറിച്ച് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് അവരുടെ വിശ്വാസം. ഒരു മനുഷ്യനും ദൈവത്തെ കണ്ട് ജീവനോട് ഇരിക്കുകയില്ല എന്നുള്ള വിശ്വാസമുള്ളവരുടെ ഇടയിൽ ഒരു മനുഷ്യനായ വിശക്കുന്ന, ദാഹിക്കുന്ന, ഇമോഷൻസ് ഉള്ള, ഓക്കെ, എല്ലാം ഉള്ള ഒരു പച്ച മനുഷ്യനെ അവർ കണ്ടിട്ട് അവരോട് പറയാൻ പറ്റുമോ പ്രിയ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്ന്? ഈ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കും എനിക്കും ദൈവം തന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഈ യഹോവവാദികൾക്കോ ഈ യഹോവ വിറ്റ്നസിനോ യഹോവ സാക്ഷികൾക്കോ ഇങ്ങനെയുള്ള ഒരു കോമൺ സെൻസ് അവർക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ഇസ്രായേൽ മക്കൾ വിശ്വസിക്കുന്നു ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകും. അവരുടെ മധ്യത്തിലേക്ക് പോയിട്ട് ഒരു മനുഷ്യൻ പറയാണ് ഞാൻ ദൈവം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ആ ഒരു സ്ഥിതിയെ നിന്ന് ചിന്തിക്കുവാൻ സമയമെടുക്കാതാണ് ഇവരുടെ ന്യായവാദങ്ങൾ. സോ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തു ദൈവമാണ് എന്ന് താൻ ദൈവമാണ് എന്ന് ക്ലെയിം ചെയ്യാത്ത, ഇത് തന്നെ ക്ലെയിം ചെയ്യുന്ന മറ്റൊരു വിഭാഗമാണ് മുസ്ലിംസ്. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ തൊട്ടതാണ്. അവര് പറയുന്നു യേശുക്രിസ്തു ഒരിക്കലും ദൈവമാണ് എന്ന് പറഞ്ഞിട്ടില്ല. അവർക്കും ഈ സെൻസ്, ഇതൊരു കോമൺ സെൻസ് ആണ്. ദൈവത്തെ കുറിച്ച് ഒരു 20% അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ട മിനിമം ക്വാളിറ്റി ആണ് ദൈവം മനുഷ്യനായി വന്ന് ഞാൻ മനുഷ്യനായെന്ന് ക്ലെയിം ചെയ്താൽ ആരും അംഗീകരിക്കില്ല എന്നുള്ള കോമൺ സെൻസ്. 20% അറിഞ്ഞാൽ മതി. 100% ദൈവത്തെ കുറിച്ച് അറിയേണ്ട കാര്യമേ ഇല്ല. 100% അറിയാവുന്ന വ്യക്തിയെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. 20% ദൈവത്തെ കുറിച്ച് അറിയാവുന്നത്. ദൈവം ആത്മാവാകുന്നു. പുതിയ നിയമപ്രകാരം നോ വൺ എവർ സീൻ ആൻഡ് നോ വൺ ക്യാൻ സീ. വലിയൊരിതാണ്. ആർക്കും
ആരും ദൈവത്തെ കണ്ടില്ല, ആർക്കും ദൈവത്തെ കാണാൻ കഴിയുന്നതുമല്ല. ഇതാണ് പൗലോസിന്റെ ആർഗ്യുമെന്റ്. ഇങ്ങനെയുള്ള പഠിപ്പീരും ആർഗ്യുമെന്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ളിടത്ത് ഒരു മനുഷ്യൻ, പച്ച മനുഷ്യൻ വന്നു ഇനി ലോകത്തെ എടുത്ത് കീഴ്മേൽ മറിച്ച് കാണിച്ചാലും ഞാൻ വിശ്വസിക്കില്ല. ഒരു പച്ച മനുഷ്യനായ ഞാൻ വിശ്വസിക്കില്ല മറ്റൊരു മനുഷ്യൻ ദൈവമാണ് എന്ന്. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? ആ ദൈവത്തിന്റെ സ്നേഹ പ്രകടനത്തിനായി മനുഷ്യനായി ഇറങ്ങി വന്ന ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനം എന്ന് പറയുന്നത് തന്റെ ജീവനെ നൽകിക്കൊണ്ടാണ്. ഈ ജീവനെ നൽകുവാനായിട്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി മനുഷ്യനായി വന്ന് ഞാൻ ദൈവം എന്നുള്ള ക്ലെയിം എടുക്കാനല്ല, താൻ വന്ന പർപ്പസ് ഫുൾഫിൽ ചെയ്യാനാണ് യേശു ക്രിസ്തുവിന്റെ പരിശ്രമം എന്ന് നമുക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അടുത്തൊരു ആർഗ്യുമെന്റ്, എന്നെ ആരാധിക്കാനായി യേശു എന്നും പറഞ്ഞില്ല. പുതിയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം, അല്ലെ? ഒന്ന് ചിന്തിക്കാം. എന്നെ ആരാധിക്കാൻ പറയുന്ന ഒരു ദൈവം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ നടത്തുന്ന സ്കൂളില് രാവിലെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആയമാരോടെല്ലാം പറയുകയാണ്, ഞാനാണ് ഈ സ്കൂൾ നടത്തുന്നത്, നിങ്ങൾ എന്നോട് എന്ത് പറയണം? ഗുഡ് മോർണിംഗ് പറയണം എന്ന് ഞാൻ അവരോട് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഒരു ഫീലിങ്? നിങ്ങൾക്ക് പറയാം, നിങ്ങളിപ്പോൾ ഒരു പൊസിഷൻ ആയിരിക്കാം. ആ പൊസിഷനിലെ താഴെയുള്ളവര് ആരെങ്കിലും നിങ്ങൾ അടുത്തോട്ട് വരുമ്പോൾ, ഞാൻ ഇവിടുത്തെ MD ആണ്, നിങ്ങൾ എന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, ഞാൻ ഇവിടുത്തെ ഇന്ന ആളാണ്, നിങ്ങൾ എന്നെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയണം, സല്യൂട്ട് അടിക്കണം എന്നൊക്കെ പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ തന്നെ ചിന്തിക്കുക. അത് ഒരു സ്റ്റഡി ഇരിക്കട്ടെ. മറ്റൊരു കാര്യം, പുതിയ നിയമത്തിൽ എന്നെ ആരാധിക്കാൻ പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ആരാന്നറിയാമോ? അത് പിശാചാണ്. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുന്ന സമയത്ത് പറയുന്നത്, എന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവനും നിങ്ങൾക്ക് നൽകാം. ഇനി ആരാധിച്ചിട്ടുണ്ടെങ്കിൽ നമസ്കരിച്ചിട്ടുള്ള നമസ്കാരം യേശുക്രിസ്തു നൽകിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. പൊന്നെ മൂരെ കുന്തിരിക്കം കാഴ്ചവെച്ചതായ വൈസ്മെൻ ദൈവത്തെ കവിണ് വീണ് നമസ്കരിക്കുന്നതായി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അതൊരു ആരാധനയായിട്ട് എടുക്കാവുന്നതാണ്. എന്നാൽ ഇതൊന്നും അവര് പല രീതിയിൽ വ്യാഖ്യാനിച്ച് അത് അങ്ങനെ അല്ല എന്ന് പറയും. ഇനി ഇതിന്റെ മെയിൻ ആയിട്ട് ഇതെല്ലാം നമുക്ക് കോമൺ സെൻസിൽ ഗ്രഹിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു അങ്ങനെ പറയാതിരുന്നത്? അതിന് കാരണം ആരാധന എന്ന് പറയുന്നത് ചോദിച്ചു മേടിക്കേണ്ട ഒരു കാര്യമല്ല. ആരാധന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. അത് പുറത്തു വരേണ്ടതാണ്. അത് എങ്ങനെ വരും? ആരെയാണോ ആരാധിക്കുന്നത് ആ വ്യക്തിയുടെ കഴിവിനെയോ ആ വ്യക്തിയുടെ പ്രകടനത്തെയോ കണ്ടിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കാനുള്ള കാരണം ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണ്. ദൈവം ആരാണ് എന്ന് അറിഞ്ഞ് അവനെ ആരാധിക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന. ഇനി മറ്റൊരു കാര്യം, പഴയ നിയമത്തിൽ യഹോവ പറയുന്നു, നീ നിന്റെ ദൈവമായ യഹോവയെ ആരാധിക്കണം. നീ എന്നെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ യഹോവയ്ക്ക്? നീ നിന്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോഴും അവിടെ യഹോവ എന്നെ ആരാധിക്കണം എന്നല്ല പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായി അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. ഈ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെയും എന്റെയും ഉത്തരവാദിത്വം. നിങ്ങൾ ഈ കോഴ്സ് പഠിക്കാനായി തീരുമാനിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന, അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങളിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ മറന്നു പോകരുത്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ.